വാർത്തകളിലേക്ക് കടക്കുന്നു. ചുരൽമല വിലങ്ങാട് ദുരന്തബാധിതർക്ക് പാക്കേജ് പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ആഞ്ഞടിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളത്തിന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തി കേന്ദ്രത്തോട് ഒരു പൈസയും ചോദിക്കില്ല. കേന്ദ്രം ഒരു സഹായവും തരാതെ ഒറ്റപ്പെടുത്തിയാലും 2025 പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കും. കേരളത്തിലെ BJP MP ഒഴികെ ബാക്കി എല്ലാ MPമാരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ഇത് കേരളം കണ്ടതിൽ വെച്ച്, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കൊടും ക്രൂരതയാണ്. എന്ന് മാത്രമല്ല, കേരളത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്ര മന്ത്രിസഭയിലും പാർലമെൻറ്റിലും പോകുന്ന ആളുകൾ ആരുടെ വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ആത്മപരിശോധന നടത്താൻ അവർ തയ്യാറാകണം, കേരളത്തിലെ ജനങ്ങളും തയ്യാറാകണം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും പ്രസ്താവനകളെ രൂക്ഷമായ ഭാഷയിലാണ് റവന്യൂ മന്ത്രി കെ രാജൻ വിമർശിച്ചത്. ചൂരൽമലയ്ക്കും വിലങ്ങാടിനും വേണ്ടി കേരളത്തിലെ MPമാർ ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ അതിനെതിരായ വെടിയാണ് BJP MP പൊട്ടിച്ചതെന്ന് സുരേഷ് ഗോപിയെ ലക്ഷ്യമിട്ട് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉന്നത കുലജാതൻ പ്രസ്താവന അധമമായ സംസ്കാരം മനസ്സിലുള്ളതുകൊണ്ട് പുറത്തു വന്നതാണ്. കേരളം പാപ്പരാണെന്ന് സ്വയം പ്രഖ്യാപിക്കാത്തതുകൊണ്ടാണോ ബജറ്റിൽ ആനുകൂല്യങ്ങൾ നിഷേധിച്ചത്? കേരളത്തിന് അർഹതയില്ലെന്ന് മലയാളി മന്ത്രിമാർ തന്നെ പറയുമ്പോൾ ബോധപൂർവമായ അവഗണനയാണ് ബജറ്റിൽ നടന്നതെന്ന് തെളിഞ്ഞതായും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. 298 പേരുടെ മരണം സ്ഥിരീകരിച്ച നൂറുകണക്കിന് ആളുകളെ പുനരധിവസിപ്പിക്കേണ്ട ഒരു ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി നേരിട്ട് വരികയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അതിതീവ്രമായ ദുരന്തമാണെന്ന് അടയാളപ്പെടുത്തുകയും ചെയ്തൊരു ദുരന്തത്തെക്കുറിച്ച് ഒരക്ഷരവും ഉണ്ടാത്തത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ പാപ്പരാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണോ? ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേദിവസം അവതരിപ്പിച്ച സാമ്പത്തിക വിശകലന റിപ്പോർട്ടിൽ സുസ്ഥിരമായിട്ടുള്ള വികസനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കേരളം എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വിലയിരുത്തി. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് 3.5 കോടി മലയാളിയുടെ അഭിമാനത്തെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരാവശ്യത്തിനും കേരളം തയ്യാറല്ല. കേന്ദ്രമന്ത്രി ആരുടെ വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കേണ്ടിയിരുന്നത്? ഇക്കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ആത്മപരിശോധന നടത്തണം. കേന്ദ്രം മലയാളികളെ വെല്ലുവിളിക്കുകയാണ്. ചൂരൽമല മലയാളികളുടെ വികാരമാണെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. കാരണം ചൂരൽമല മലയാളിക്കൊരു വികാരമാണ്. അതിന് പണം കിട്ടാൻ ഇനി കേരളം ലോകത്തിൻ്റെ മുമ്പിൽ നേടി എല്ലാ നേട്ടങ്ങളെയും അടിയറ വെച്ച് പിച്ചച്ചട്ടിയെടുത്ത് ആരുടെ മുമ്പിലും കൈനീട്ടാൻ കേരളം തയ്യാറാണ് ചൂരൽമലയ്ക്ക് വേണ്ടി. പക്ഷെ ആത്മാഭിമാനം പണയം വെച്ച ഒരു ഇടപെടലും കേരളത്തിലുണ്ടാകില്ല. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ നിയമപരമായ നടപടി തുടരും. കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും മറ്റ് സാധ്യതകളും തേടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.